ഹായ് ഓൾ, വെൽക്കം ടു ഇൻഫിനിറ്റോറ. ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പി നോക്കാവേ. അതിനായിട്ട് ഞാനൊരു 4 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊരു 4-5 നല്ല സൈസുള്ള ക്യാരറ്റാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേനും അത് മാറ്റിയിട്ട് അതേ പാനിൽ തന്നെ നെയ്യ് കുറച്ചുണ്ടാവുമല്ലോ, അതേ പാനിൽ തന്നെ നമുക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 2-3 മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ അതിലേക്ക് ഒഴിക്കാനായിട്ട് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 3 കപ്പ് പാലാണ് എടുത്തേക്കുന്നത്. അതായത് 500 ml കവറാണെങ്കിൽ 1.5 കവർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ പാല് കുറച്ചിട്ട് വെള്ളം ചേർത്തിട്ടും എടുക്കാം. പക്ഷെ വെള്ളം ചേർത്തിട്ട് എടുക്കുമ്പോൾ ഉള്ള കുഴപ്പം ക്യാരറ്റിൻ്റെ ആ ഒരു പച്ച സ്മെല്ലുണ്ടല്ലോ, ആ ഒരു പച്ചമണം മാറത്തില്ല, അത് കുറച്ചുണ്ടാവും. പക്ഷെ ഇത്രയും പാലെടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, ക്യാരറ്റിൻ്റെ ആ ഒരു പച്ചമണവും മാറിക്കിട്ടും. അതുകൊണ്ട് പാല് നിങ്ങൾ ഇത്ര തന്നെ യൂസ് ചെയ്യുക. പാലൊഴിച്ചിട്ട് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. കുറച്ച് താമസം എടുക്കും പാലൊഴിച്ചത് കാരണം. ഞാനൊരു 10-15 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് കുക്ക് ചെയ്തെടുത്തത്. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുമ്പോൾ പാത്രത്തിൻ്റെ സൈഡിൽ പാട പോലെ വരുമല്ലോ, അതെല്ലാം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നീക്കി നടുക്കോട്ടങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി വരിക. അപ്പോൾ ശകലം ഒന്ന് വറ്റി വരുമ്പോഴത്തേനും നമുക്കിതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ദേ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ എത്തുമ്പോഴത്തേനും നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് പഞ്ചസാര, അതായത് 240 ml കപ്പിൽ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. 4 കപ്പ് ക്യാരറ്റ് ഉള്ളത് കൊണ്ടാണ് 1 കപ്പ് പഞ്ചസാര എടുത്തിരിക്കുന്നത്. ഇത് കറക്റ്റ് മധുരമാണ്. ലോ ഷുഗർ ഡയറ്റ് ഒക്കെ ആണെങ്കിൽ ഇത്ര ഇടണം എന്നില്ല, ഒരു 3/4 കപ്പ് ഇട്ടാൽ മതിയാവും. പക്ഷെ 1 കപ്പ് ഇട്ടാൽ കറക്റ്റ് മധുരമാണ്. പഞ്ചസാര ഇടുന്ന സമയത്ത് നല്ല പോലെ ഈ ക്യാരറ്റ് ഹലുവ വീണ്ടും ലൂസായി വരും. അത് നമ്മൾ വീണ്ടും ഒന്ന് കട്ടിയാക്കി എടുക്കുക. ഈ ഒരു സമയമാകുമ്പോഴത്തേനും നമുക്കിതിലോട്ട് ഏലക്ക ഇട്ട് കൊടുക്കാം. ഏലക്ക ചതച്ചത് ഞാനിവിടെ ഒരു 4 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ പൊടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ അതിട്ടാലും മതിയാവും. ഒരു 5 മിനിറ്റിലൊക്കെ ആകുമ്പോഴത്തേനും ഇതൊന്ന് കട്ടിയായി വരും. ഈ ഒരു പരുവത്തിലായി വരും. ഇന്നേരം കുറച്ച് നെയ്യൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഒന്നുകൂടി വറ്റി നല്ല കട്ടിയായി വരുന്ന രീതിയിൽ ആക്കിയെടുക്കാം. ഇപ്പോൾ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. വളരെ നല്ല ഹെൽത്തി റെസിപ്പിയാണ്. ഞാനിതിൽ കണ്ടൻസ്ഡ് മിൽക്കൊന്നും യൂസ് ചെയ്തിട്ടില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ.